ഒരേപോലെ മുസൽമാന്റെ ചോര ചിന്തിയതി നാടികളല്ലേ മരണം കഴിച്ചുരായിരങ്ങൾ ഹൈന്ദവരില്ലേ മുസൽമാന്റെ ചോര ചിന്തിയതി നാടികളല്ലേ മരണം കഴിച്ചുരായിരങ്ങൾ ഹൈന്ദവരില്ലേ ക്രിസ്തീയ സോദരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ ക്രിസ്തീയ സോദരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ കണ്ണീര് ചാലിച്ചൊഴുകിയതും കണ്ടതുമല്ലേ എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം അഭിമാനത്തോടെ നിന്നും ഭാരതത്തിൻ മക്കളെ അടരാടി നേടി തന്നതാണി മണ്ണ് പൂക്കളെ അഭിമാനത്തോടെ നിന്നും ഭാരതത്തിൻ മക്കളെ അടരാടി നേടി തന്നതാണി മണ്ണ് പൂക്കളെ ഏറെ സഹിച്ചു മുത്തുവരിച്ചോരയോർക്കണം ഏറെ സഹിച്ചു മുത്തുവരിച്ചോരയോർക്കണം എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം ആശംസകൾ നമ്മുടെ വിദ്യാരംഗം പ്രവർത്തനങ്ങൾ കുഞ്ഞ് വിശന്ന് വരി തെറ്റിച്ച ആരെങ്കിലും ഒന്നും കൂടി കുഞ്ഞിന് തീറ്റ ഉറക്കെ കുഞ്ഞിന് തീറ്റ കുഞ്ഞ് വിശന്ന് കുഞ്ഞേ കുഞ്ഞേ ആര് പറഞ്ഞു ഇന്നലെ തന്നെ അല്ലാതെ അതിന് ചെറിയ ഒരു കവിത അല്ലെ ആ ഒരു കവിതയെ നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു കാർട്ടൂൺ രീതിയിൽ അല്ലെ ഒരു പൂച്ച ഇങ്ങനെ ഓടി നടക്കുന്നല്ലേ ആര് പറഞ്ഞു ഞാനാ നിങ്ങളുടെ കാത്തു എന്നോടിഷ്ടം കൂടാ ആർക്കാണിഷ്ടം കേട്ടണോ ഞാൻ പാട്ടെ പടപ്പോട് പിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കിട്ടുന്നത് ഇനി നമ്മൾ വിഷയത്തിലേക്ക് വരാൻ പോവാണ് കേട്ടോ. ഇനി എല്ലാവരും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഇപ്പൊ പാടിയതൊക്കെ ഒരു കവിതയെ ഉണ്ടാക്കി ഒരു പാട്ട് രൂപേണല്ലേ നിങ്ങൾക്ക് പാടിത്തന്നത് അല്ലേ? ഇനി നമ്മൾ വന്ന ഒരു വഴി ഇങ്ങനെ പറയാണ്, ശരിക്കും ശ്രദ്ധിക്കൂലേ? താരാട്ട് പാട്ടാണ് നിങ്ങൾ ആദ്യം കേട്ടിട്ടുള്ളത് അല്ലേ? അല്ലടോ ആ അമ്മ അല്ലേ നമ്മളെ കുട്ടിയെ ചുണ്ടിൽ പുഞ്ചിരി തൂകുന്നതെന്ത് രസം അല്ലേ? ഇത് നമ്മളിപ്പോ പറയുന്ന വിഷയം മാപ്പിളപ്പാട്ടും അതുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതിന്റെ യഥാർത്ഥ ഒരു വസ്തുത മാത്രമാണ് പറയുന്നത്. നിങ്ങൾ ശരിക്കും കൃതി അറിയോ? ആദ്യപ്പോ നമ്മളൊക്കെ ഇന്ന് ആകാശത്തിന് താഴെ ഭൂമിക്ക് മീതെയുള്ള എല്ലാ തരം പാട്ടുകളുണ്ട്. ഇല്ലുമിനാട്ടി ഇല്ലേ? ഇല്ലെ എന്റെ അമ്മയുടെ ജിമിക്ക് കമ്മൽ എന്റെ അപ്പൻ കട്ടുകൊണ്ട് പോയി കുടിച്ചു തീർത്ത പാട്ടൊക്കെ എന്നൊക്കെ അല്ലെ? എന്നാല് ഞാൻ ഒരു കാര്യം പറയാം. ഈ പാട്ടുകളൊക്കെ വന്ന ഒരു പ്രയാണമാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായി ഒരു പാട്ട് കണ്ടെടുക്കപ്പെട്ടത് 1607. അത് എഴുതിയ ആളായിരുന്നു കോഴിക്കോട്ടുകാരനായിട്ടുള്ള കാളി മുഹമ്മദ്. എന്താണ് പേര്? കാളി മുഹമ്മദ്. അദ്ദേഹം 1607 എഴുതിയ ഒരു മുഹീദ്ദീൻ മാല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുഹീദ്ദീൻ മാല? കേട്ടിട്ടുണ്ടോ? എങ്ങനെ ചൊല്ലല് മുഹീദ്ദീൻ മാല?
ഹാജെ ആ ആയിക്കോട്ടെ, മൊയ്നുദ്ദീൻ അല്ലേ, ആയിക്കോട്ടെ, അതവിടെ നിൽക്കട്ടെ, ചിസ്തിയൊക്കെ അവിടെ മാറ്റി വെക്കുക. അപ്പൊ നമ്മൾ ആദ്യം കേട്ട പാട്ട്, ആദ്യം എഴുതപ്പെട്ട പാട്ട് എന്ന് പറയുന്നത് ഏതായിരുന്നു? മുഹീദ്ദീൻ മാല. അത് വന്ന വർഷം 1607 അല്ലേ? എന്നാ ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ആദ്യം കാക്കേ കാക്കേ കൂടെ വീട് പാടി തന്നില്ലേ? അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പാടി തന്നത് ഏതായിരുന്നു? ആ കാർത്തൂലെ. ആര് പറഞ്ഞു? മ്യാവ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, പാട്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ആ മുഹീദ്ദീൻ മാലയുടെ ഒരു ഇശലുണ്ട്, അതിന്റെ പേര് യമൻ കെട്ട് എന്നാണ്. ഏതാണ്? യമൻ കെട്ട്. നിങ്ങൾ ഉസ്താദ്മാരെ തലയെക്കെട്ടൊക്കെ വേണ്ടിയില്ലേ എല്ലാരും? തൊപ്പിട്ട് അതിന്റെ മേലൊരു തലയെക്കെട്ട് അല്ലേ? ഇതൊക്കെ ശ്രദ്ധിച്ചില്ലേ? ആ ഈ തലയിൽ കെട്ടിയ ഒരു അതായത് യമനിൽ നിന്ന് നമ്മളെവിടേക്ക് എന്ത് വന്നു? കുറെ സംസ്കാരങ്ങൾ വന്നു. യമനിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് സംസ്കാരങ്ങൾ വന്നു അല്ലേ? വന്നില്ലേ? ആ അപ്പൊ അതിന്റെ കൂടെ വന്ന ഒരു സംഗതിയാണ് എന്ത്? ഈ തലയിലെ കെട്ട്. ആ തലയിലെ കെട്ട് കൊണ്ടാണ് ആദ്യമായിട്ട് ആര് പാട്ട് തുടങ്ങിയത്? ഖാലി മുഹമ്മദ്. ഏത് പാട്ട്? മുഹീദ്ദീൻ മാല. ആ മുഹീദ്ദീൻ മാല എങ്ങനെയായിരുന്നു? അല്ലാ തീരു എല്ലാവരും അല്ലാ തീരു പേരും തുതിയും സോലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ ആലമുടയവൻ ഏകല്ലാരുളാലേ ആയേ മുഹമ്മദ വർഗീണ ആണോ? വേറെ മൈക്കുണ്ടോ അവിടെ? ഓണാ ഈ മൈക്ക്. പ്രണയ ഗാനങ്ങൾ ഇഷ്ടല്ലേ? നെഞ്ചിനുള്ളിൽ കണ്ണി മുന്നിൽ കണ്ണടച്ചാൽ ഇജിയന്റെ ഉച്ചക്കത്തെ കറിയല്ലേ. ഇങ്ങനെ കുറെ പാരഡി പാട്ടുകൾ. ഇപ്പൊ പാരഡി അല്ലേ ഉദ്ദേശിച്ചത്? പ്രണയഗാനങ്ങള് ഏത് വിഭാഗത്തിലാ പെടുക? മധുര കവി എന്ന് പറയുന്ന വിഭാഗത്തിൽ അല്ലേ? നിങ്ങൾക്ക് പ്രണയഗാനങ്ങൾ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ് അല്ലേ? കുറെ പ്രണയഗാനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? പൂവേ കറുവേ എന്റെ കൽബിനുള്ളിലെ മോളെ പഞ്ചാരത്തേനല്ലേ പൂവേ എന്റെ സുനൈന. അറിയുന്ന ആളുകളൊക്കെ കൂട്ടത്തിലുണ്ട്, പാടാൻ മുട്ടി നിൽക്കുക. അപ്പൊ ഇങ്ങനെ ഏതാണ് ആ പ്രണയകാവ്യം? ഏതാ? ബദ്രുൽ മുനീർ, ഹുസ്നുൽ ജമാൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? മന്ത്രികുമാരന് രാജാവിന്റെ മകളോട് തോന്നിയ ഒരു പ്രണയം അല്ലേ? തളർത്തന്ത കഥാ ഷെയ്ഖ് നിസാമുദ്ദീൻ, ഒരു പേർഷ്യൻ നോവലായിരുന്നു ആ കഥ. അതിന് പറയുന്ന ബദ്രുൽ മുനീറും ഹുസ്നുൽ ജമാൽ എന്ന് പറയുന്ന രണ്ട് കഥാപാത്രത്തെ പ്രതിപാദിച്ചുകൊണ്ട് മഹാകവി മോയിൻകുട്ടി വൈദ്യര് 20ാമത്തെ വയസ്സിൽ എഴുതിയ പ്രണയകാവ്യമാണ്. ഏത്? ബദ്രുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന് പറയുന്ന കഥാ ഷെയ്ഖ് നിസാമുദ്ദീൻ വിരുദ്ധേ നരസത്തിൽ കടന്നവർ രണ്ടും പൊറുത്തേ. പക്ഷെ നമ്മൾ പറയുന്ന പ്രണയകാവ്യം വൈദ്യര് ആ സമയത്ത് തന്നെ എഴുതിയ വേറൊരു പ്രണയകാവ്യമാണ്. അതേതാ അറിയോ? എന്നാ വൈദ്യർക്ക് ഒരു ഉറ്റ സുഹൃത്തുണ്ട്. ഒരു കഥ പറയല്ലേ? വൈദ്യരുടെ ഒരു സന്തോഷ സാഹചര്യം, ഒരു പ്രണയ കഥയാണ്. വൈദ്യർക്ക് ഒരു ഉറ്റ സുഹൃത്തുണ്ട്. ആള് മാറിപ്പോയി. എന്റെ സ്നേഹിതന അല്ലേ? എന്നാ ആള് സങ്കല്പിക്കും. ഇപ്പൊ വൈദ്യരാണ്. ആര്? ആളെ പേരെന്താ? കാർത്തിക് വൈദ്യരാണ്. കുട്ടിക്കോടി കാർത്തിക് മഹാകവി മോയിൻകുട്ടി വൈദ്യർ. ഇയാളെ പേരെന്താ? ഇസിന് വേളപ്പുള്ളി അയമൂട്ടി. ഇനി ഓരോ അയമൂട്ടിയെ വിളിക്കാൻ നിൽക്കരുത്. ഇസിന്റെ പേര് വേളപ്പുള്ളി അയമൂട്ടി, കാർത്തിക്കിന്റെ പേര് മോയിൻകുട്ടി വൈദ്യര്. അപ്പൊ കാർത്തിക്കിന് ആരാ? കാർത്തിക് മോയിൻകുട്ടി വൈദ്യര് ഏത് പാട്ട് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു? ബദ്രുൽ മുനീർ ഹുസ്നുൽ ജമാൽ പ്രണയകാവ്യം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. വയസ്സ് എത്രയാണ്? 20. ശരിക്കും ശ്രദ്ധിക്കണേ. അപ്പോഴാണ് നമ്മളെ കഥാനായകനായ ഇസിനെ ആരെടുത്ത് ഓടി വരുന്നത്? കാർത്തികായ മോയിൻകുട്ടി വൈദ്യരുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് ഇസിന് പറയാണ്. എന്താ പറയുന്നത്? എനിക്ക് ഒരാളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ട് കാർത്തികേ.
ആരോട്? മോയിൻകുട്ടിയേന്ന് പറയാണ്. ആര്? വേളപ്പുള്ളി അയമ്മൂട്ടി ആരോടാ പറഞ്ഞു കൊടുക്കുന്നത്? മോയിൻകുട്ടി വൈദ്യരോട് പറയാ. അപ്പൊ ഇന്ന് പറയുന്നതിന് വേണ്ടി പാട്ട് എഴുതാൻ സന്നദ്ധത അറിയിച്ചുകൊണ്ട് മോയിൻകുട്ടി വൈദ്യരെ കൂട്ടി ആര് പോവാണ്? നീറാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അമ്പലത്തിന്റെ നടയിലേക്ക് ഇസിന്, അതായത് വേളപ്പുള്ളി അയമ്മൂട്ടി മോയിൻകുട്ടി വൈദ്യരെയും കൂട്ടി പോവാണ്. അങ്ങനെ പോയ സമയത്ത് അമ്പലത്തിൽ നിന്ന് തൊഴുത് വരുന്ന ആരെ കാണുന്നത്? ഉണ്ണിമായയാണ് കാണുന്നത്. അപ്പൊ സ്പോട്ടില് വേളപ്പുള്ളി അയമ്മൂട്ടി കാണിച്ചു കൊടുക്കുകയും മഹാകവി മോയിൻകുട്ടി വൈദ്യര് ഈ സ്ത്രീയെ കാണുകയും ഉടനടി ഒരു പാട്ടങ്ങോട്ട് പാടി. ആ പാട്ടാണ് ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ, നിങ്ങളത് കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല, എന്നാ ഒരുപാട് ആളുകൾ പണ്ട് കാലത്ത് 921 എന്ന് പറയുന്ന ഫിലിമിന് പോലും ആ പാട്ട് കൊണ്ടുവന്നതോടുകൂടി ഒരുപാട് കോലിളക്കം സൃഷ്ടിച്ച ഒരു പാട്ടായിരുന്നു ഇത്. ചിത്തിരം കൊത്തി മറിയും ചെമ്പക ചുണ്ടും ചിരിയും സുത്തമാമലർ വിരിയും സൂക്ഷ്മമിൽ പാല കുറിയും കണ്ട് മോഹിച്ച് സംഗതി കൊണ്ട് ദാഹിച്ച് മുത്തുനാവാരത്നമുഖം കത്തിടും മയിലാളെ മൊഞ്ചൊളിവില് തഞ്ചമേറും കഞ്ചക തൂമോളെ. ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലാത്ത ആളുകൾ ഇന്ന് യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്താൽ ആ പാട്ട് കിട്ടും. ആ പാട്ടിന്റെ ഒരു ആശയമാണ് എങ്ങനെ മഹാകവി മോയിൻകുട്ടി വൈദ്യർ ആദ്യമായി എഴുതിയ പ്രണയകാവ്യമാണ് ഏത് മുത്തുനാവ രത്നമൂകം കത്തിടും മയിലാളെ എന്ന് തുടങ്ങുന്ന ആ കാവ്യം. പിന്നീട് വൈദ്യർക്ക് ആ പാട്ട് കൊണ്ട് കുറെ നൂലാമാലകൾ ഉണ്ടായി, അത് വേറെ വശം. അപ്പൊ പ്രണയഗാനം കാവ്യം ആദ്യമായി രചന നിർവഹിക്കപ്പെട്ടത് പോലും മഹാകവി മോയിൻകുട്ടി വൈദ്യരായിരുന്നു. ആ പ്രണയകാവ്യമാണ്. പിന്നീട് അതിന്റെ ശേഷം ഒരുപാട് പ്രണയകാവ്യങ്ങൾ വേറെയും വന്നു. അത് ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഏത് വിഭാഗത്തിലാണ്? മധുര കവി എന്ന് പറയുന്ന വിഭാഗത്തിൽ. ഇനി അവസാനമായ ഒരു വിഭാഗത്തേക്ക് പോവാണ്. ഏതാണ് വിഭാഗം? ഏത് വിഭാഗം?